ഏത് കോണിൽ പോയി ഒളിച്ചാലും ഭീകരന്മാർക്ക് രക്ഷയില്ല. തേടിപ്പിടിച്ച് അവരെ ഇല്ലാതാക്കും. ഭാരതത്തിന്റെ നെറ്റിയിലാണ് അവർ മുറിവേൽപ്പിച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടി ഭാരതം അവരുടെ നെഞ്ചും കൂടി നോക്കി തന്നെയാണ് തകർത്തത്. ഭീകരർ ഇന്ത്യക്കാരെ കൊന്നത് മതത്തിന്റെ പേരിലാണ്, എന്നാൽ തീവ്രവാദികളെ കൊന്നത് അവരുടെ പ്രവൃത്തിയുടെ പേരിലാണ്. പഹൽഗാമിന് ശേഷമുള്ള രാജ്യം മുഴുവൻ കോപാകുലരായി. നിങ്ങളുടെ കോപം ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിട്ടു. ധൈര്യത്തോടെയും വിവേകത്തോടെയും പഹൽഗാമിനോട് പ്രതികാരം ചെയ്തു. ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവേ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിവുറ്റ നേതൃത്വത്തിലും മാർഗനിർദ്ദേശത്തിലും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളിൽ രാജ്യം മുഴുവൻ അഭിമാനിക്കുകയാണ്. പ്രതിരോധ മന്ത്രി ആകുന്നതിന് മുൻപേ തന്നെ ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. പ്രതിരോധ മന്ത്രി ആയിട്ടില്ല. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നിങ്ങളോട് നന്ദി പറയാനാണ് ഞാൻ ഇവിടെ എത്തിയത്. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ഇതുവരെ നടത്തിയ ഏറ്റവും വലിയ ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധൂർ. കഴിഞ്ഞ 40 വർഷമായി അതിർത്തിക്ക് അപ്പുറമുള്ള ഭീകരതയെ ഇന്ത്യ നേരിടുന്നു. ഭീകരതയ്ക്കെതിരെ ഏതറ്റം വരെയും പോകുമെന്ന് ഇന്ത്യ നേരത്തെ തന്നെ ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അവർ ഇന്ത്യയുടെ നെറ്റിയിൽ മുറിവേൽപ്പിച്ചു. എന്നാൽ ഞങ്ങൾ അവരുടെ നെഞ്ചിലാണ് കനത്ത പ്രഹരമേൽപ്പിച്ചത്. പാകിസ്ഥാനിൽ നിന്നും ഒളിച്ചോടിയ ഭീകരർ ലോകത്തെവിടെയും സുരക്ഷിതരല്ല. പാകിസ്ഥാൻ നിരവധി തവണ ഭാരതത്തിനെതിരെ ആണവായുധ ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. അവർ നിരുത്തരവാദപരമായാണ് ഇന്ത്യക്ക് നേരെ ആണവായുധ ഭീഷണി ഉന്നയിച്ചത്. എന്നാൽ ഇന്ത്യ അതൊന്നും തന്നെ കാര്യമാക്കാതെയാണ് തിരിച്ചടിച്ചതെന്നും രാജ്നാഥ് സിംഗ് ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നതും. അതേപോലെ തന്നെ അദ്ദേഹം ഇതിനു മുൻപും പ്രതികരണം അറിയിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി രംഗത്ത് വന്നിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൂടെ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. സിന്ദൂരം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ സായുധ സേന നീതി നേടിക്കൊടുത്തു. ഭീകരതയുടെ മണ്ണ് സുരക്ഷിതമല്ല. ഭീകരരെ പിന്തുടർന്നുകൊണ്ട് വേട്ടയാടും. അതിർത്തിക്ക് അപ്പുറമുള്ള തീവ്രവാദികൾക്കും നേതാക്കൾക്കും അവരുടെ ഭൂമി സുരക്ഷിതമായിരിക്കില്ല എന്ന് തങ്ങൾ തെളിയിച്ചതും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ബ്രഹ്മോസ് ശത്രുക്കൾക്കായുള്ള സന്ദേശമാണ്. രാജ്യം ഒന്നടങ്കം ഇന്ത്യൻ സായുധ സേനയോട് നന്ദി പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഓപ്പറേഷൻ സിന്ധൂർ വെറും ഒരു സൈനിക നടപടി മാത്രമല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക ഇച്ഛാശക്തിയുടെ പ്രതീകം കൂടിയാണ്. റാവൽപിണ്ടിയിലെ പാക് സൈനിക കേന്ദ്രം ആക്രമിച്ചു. തീവ്രവാദികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ ഓപ്പറേഷൻ സിന്ധൂറിന് കഴിഞ്ഞതായും പ്രതിരോധ രംഗത്ത് രാജ്യത്തിന്റെ ലക്ഷ്യങ്ങളിലേക്ക് കൃത്യമായി എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും അതിർത്തിയിലെ സാഹചര്യത്തിൽ ഇത് തെളിയിക്കുകയാണ് എന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ല. പാകിസ്ഥാൻ ഇന്ത്യയിലെ സാധാരണക്കാരെയും ക്ഷേത്രങ്ങളെയും ഗുരുദ്വാരകളെയും പള്ളികളെയും ആക്രമിക്കാൻ ശ്രമിച്ചു. പാകിസ്ഥാൻ ഉള്ളിൽ ചെന്ന് സായുധ സേന മറുപടി നൽകുകയും ചെയ്തു. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ശക്തരായ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. നമ്മൾ സൈനിക രംഗത്തെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. രാജ്യത്തെ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണ രംഗത്ത് നിർണായകമായ ചുവടുവെപ്പാണ് ഈ നിർമ്മാണശാല നടത്തിയിരിക്കുന്നതും. അതിർത്തിയുടെ ഇരുവശത്തുമുള്ള ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തതായും രാജ്നാഥ് സിംഗ് അന്ന് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.